ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിന്റെ മുഖ്യ അഡ്മിൻ ശ്രീ ഉദയൻ KR മാവേലിക്കര, ഗ്രൂപ്പിന്റെ കോർഡിനേറ്റർ ശ്രീമാൻ റജി തെക്കുങ്കൽ മല്ലപ്പള്ളി, അഡ്മിൻ ടീം അംഗങ്ങളായ ശ്രീമതി സുധാ സുരേന്ദ്രൻ, ശ്രീമതി ബീന ഗോപിദാസ് ജി, ശ്രീമതി ഇന്ദു സുരേഷ് ജി, ശ്രീമതി ML ഉഷരാജ് ജി, ശ്രീമതി ഉഷാ മുരളി ജി, ശ്രീമാൻ രാജേഷ് ഒട്ടൂർ ജി, ഗ്രൂപ്പിലെ പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ ഈ സന്നിധിയിൽ ഒരു പ്രഭാഷണവുമായി വരാൻ സാധിക്കുന്നത്. വിഷയം ഗുരു പഠനവും ജീവിതവും എന്നുള്ളതാണ്. നാം നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ ഗുരുവിനെ ആരാധിക്കുകയും പഠിക്കുകയും നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ തുച്ഛമായ കാലയളവിൽ നാം ഗുരുവിനെ യഥാർത്ഥത്തിൽ അറിയുന്നുണ്ടോ? ഗുരുവിനെ നാം യഥാർത്ഥത്തിൽ പഠിക്കുന്നുണ്ടോ? ഗുരു എന്ന ആ അനുഭവം, അതിനുമപ്പുറമുള്ള ആ അനുഭൂതി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇതാണ് നമുക്ക് ഇന്ന് ചിന്താവിഷയമായിട്ടുള്ളത്. ഗുരു എന്താണ് എന്ന് ചോദിച്ചാൽ നാം എല്ലാവരും ആദ്യം തന്നെ ഒറ്റ വാക്കിൽ ഉത്തരം പറയും, ഗുരു എന്ന് പറഞ്ഞാൽ അറിവാണ് എന്ന്. ഗദ്യപ്രാർത്ഥനയിലൂടെ ഗുരു നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. നാം ശരീരമല്ല, അറിവാണ് എന്ന്. ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് വളരെ ലളിതമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തന്നു അറിവാണ് എന്ന്. എന്നാൽ ഈ അറിവ് എന്താണെന്നും ആ അറിവിനെ കണ്ടെത്താനും ഈ അറിവിൽ നാം എവിടെ ഇരിക്കുന്നു എന്നുമൊക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവൻ മാത്രമല്ല, ഈ ലോകത്തിൽ ഒട്ടേറെ ഗുരുക്കന്മാർ പിറവിയെടുത്തിട്ടുണ്ട്. സ്വന്തം അസ്തിത്വം തിരിച്ചറിഞ്ഞ ഏതൊരാളും ഗുരുതുല്യം തന്നെയാണ്. നാം എവിടെ നിന്നുണ്ടായി, അല്ലെങ്കിൽ ഈ നാം ആരാണ്, ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്നുള്ളതിന് ഉത്തരം കിട്ടിയ എല്ലാവരും ഗുരുക്കന്മാർ തന്നെയാണ്. നമുക്ക് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പ്രാർത്ഥിക്കാം, എന്നാൽ ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഒന്നും ആകാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ആ ഗുരുവിന്റെ വാക്കുകൾ നമ്മുടെ ജീവിതമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കാട്ടിത്തന്ന വേറെയും ഒട്ടേറെ മനുഷ്യർ ഇവിടെ ആ ഗുരുതുല്യരായി തന്നെ ഇവിടെ പിറവിയെടുത്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവനും ശേഷം നടരാജ ഗുരുവും ഗുരു നിത്യചൈതന്യതയും അങ്ങനെ ഒട്ടേറെ പേർ പിന്നെയും ഇവിടെ ആ ദർശനം ഉൾക്കൊണ്ട്, ആ തത്വം ഉൾക്കൊണ്ട് ഈ ജീവിതത്തിൽ എങ്ങനെ ഗുരുവിനെ നമുക്ക് പകർത്തിയെടുക്കാമെന്ന് പറഞ്ഞു തന്നവരാണ്. നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ, നമുക്ക് അതുകൊണ്ട് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. ഗുരു എന്ന് പറഞ്ഞാൽ അറിവാണ്. ആ അറിവിനെ കണ്ടെത്തുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതിനെ നമുക്ക് കുറച്ചും കൂടി ലളിതമായി പറഞ്ഞാൽ, എല്ലാവരും ആത്മസുഖത്തിനായി പ്രയത്നം, അങ്ങനെ ഗുരു പറഞ്ഞിട്ടുണ്ട്, അഖിലവും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു എന്ന്. ജഗതിയിൽ ഇമ്മതമേകമെന്ന് ചിന്തിച്ചകമണയാതകതാരമർത്തിരണം. നമ്മളെല്ലാവരും തിരയുന്നത് സുഖത്തെയാണ്, ആത്മസുഖത്തെയാണ്. അപ്പോൾ ആ അറിവിനെ നമുക്ക് സുഖത്തിന്റെ രൂപത്തിലേക്ക് നമുക്ക് ഇവിടെ കണ്ട് എല്ലാവരും അന്വേഷിക്കുന്ന ആ സുഖത്തെ തന്നെയാണ് നാം തിരയുന്നത്. ആ സുഖം തന്നെയാണ് നാം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ അസ്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ആത്മസുഖമാണ്. അതിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നാം ഓരോരുത്തരും. അത് നാം പല രീതിയിൽ
നാം ആ സുഖത്തെ കണ്ടെത്താൻ സാധിക്കുന്നു. ഭൗതികമായി നമ്മൾ ജോലി ചെയ്ത് നമ്മുടെ കുടുംബത്തിൽ ആ കുടുംബത്തിന്റെ സന്തോഷത്തിൽ നമ്മുടെ ആ സന്തോഷം അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ ഇഷ്ട ഭഗവാനെ ഭജിച്ചുകൊണ്ട്, അങ്ങനെ പല പല വ്യത്യസ്തമായ മേഖലകളിലൂടെ നാം നമ്മുടെ ആത്മസുഖത്തെ അല്ലെങ്കിൽ നമ്മളിലുള്ള അറിവിനെ അല്ലെങ്കിൽ നമ്മിലുള്ള ആ ഗുരുവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്നാൽ അത് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഗുരുവിനെ കുറിച്ചുള്ള പഠനം അവിടെയാണ് ഏറ്റവും പ്രാധാന്യമുള്ളതാകുന്നത്. കാരണം നാം ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു തിരക്കുള്ള റോട്ടിൽ കൂടി വണ്ടി ഓടിച്ചു പോകാൻ സാധിക്കില്ല. അതിന് പിന്നെയും അതിൻ്റെ നൈപുണ്യം ആവശ്യമാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുദേവന്റെ 65ഓളം വരുന്ന കൃതികൾ നാം പഠിച്ചുകൊണ്ട്, അതിൻ്റെ ആ വരികൾ മാത്രമല്ല അതിൻ്റെ അർത്ഥതലങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നാം ഇരുന്നാലും ഒരിക്കലും നാം ആ പഠനത്തിൽ എത്തിച്ചേർന്നു എന്ന് പറയാൻ സാധിക്കില്ല. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ മാത്രമാണ്, അത് നമ്മുടെ ജീവിതമായി മാറുമ്പോൾ മാത്രമാണ് നാം യഥാർത്ഥത്തിൽ ഒരു പഠിതാവാകുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസമൊക്കെ നടക്കുമ്പോൾ തിയറി മാത്രം പഠിച്ച ഒരു സ്റ്റുഡൻറ്റിന്റെ പോലെയായിരിക്കും, പ്രാക്ടിക്കൽ അറിയില്ല. ഒരു വണ്ടിയുടെ ഒരു എല്ലാ കാര്യങ്ങളും അതിൻ്റെ മെക്കാനിക് ഭാഗങ്ങളെല്ലാം എന്ത് തന്നെയാണ് എന്നൊക്കെ വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ അതിൻ്റെ പ്രാവർത്തിക തലത്തിലേക്ക് എത്തുമ്പോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്ത് പ്രയോജനം ആ പഠനം കൊണ്ട്? അതുപോലെ തന്നെയാണ് ഗുരുവിന്റെ ഈ എല്ലാ കൃതികളും നാം പഠിച്ചിട്ടും അതിൻ്റെ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അർത്ഥശൂന്യമാണ് ഈ പഠനവും ഈ ജീവിതവും എന്നുള്ളത് നാം മനസ്സിലാക്കുക. ദർശനമാലയിൽ ഗുരു പറയുന്നുണ്ട്, ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സഹജമായ അവസ്ഥ എന്തോ അതാണ് ഭക്തി എന്ന് പറയുന്നത്. അത് ആ ജ്ഞാനിക്ക് അറിയാം, ആ അറിവ് തന്നെയാണെന്നുള്ള ആ അനുഭൂതിയിൽ ഇരിക്കുന്ന ആളാണ് ജ്ഞാനി. എന്നാൽ ഒരു ജിജ്ഞാസുവിനെ സംബന്ധിച്ച് അവന്റെ അന്വേഷണമാണ് ഭക്തി. അവൻ എന്തിനെയാണോ അറിയാൻ ശ്രമിക്കുന്നത്, തൻ്റെ അസ്തിത്വത്തെ അറിയാൻ ശ്രമിക്കുന്നത്, തൻ്റെ ഗുരുവിലൂടെ അറിയാൻ ശ്രമിക്കുന്നു എങ്കിൽ അത് അവന്റെ ജിജ്ഞാസയാണ്. അപ്പോൾ അവന്റെ ആ പഠനമാണ് ഭക്തി. ആ ഭക്തി എന്ന് പറയുന്നത് അതിന്റെ അൾട്ടിമേഷൻ എന്ന രീതിയിലേക്ക് വരുമ്പോൾ, പരിപൂർണതയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ആ അറിവ് അല്ലെങ്കിൽ ആ ആത്മസുഖം എന്ന തലത്തിലേക്ക് എത്തുന്നത്. ഇനി ഭഗവാനെ, നമ്മൾ ശിവഭഗവാനെയോ കൃഷ്ണ ഭഗവാനെയോ ഒക്കെ നാം ഭജിക്കുമ്പോൾ അതിലൂടെ നാം കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ആ അസ്തിത്വത്തെ തന്നെയാണ്. ഒടുവിൽ ആ പരമപദം പോകുമ്പോൾ, ശിവഭഗവാനിൽ നാം ലയിച്ചു ചേരുമ്പോൾ അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാനിൽ നാം ലയിച്ചു ചേരുമ്പോൾ, ഏതൊരു ഭഗവാനിലാണോ നാം ഭജിക്കുന്നത് ആ ഭഗവാനിൽ ലയിച്ചു ചേരുമ്പോൾ, അവിടെ ഞാൻ എന്നുള്ള അസ്തിത്വം വിട്ട് നാം ആ പരിപൂർണതയിൽ ലയിച്ചു ചേരുമ്പോൾ മാത്രമാണ് ആ പഠനം അവിടെ പൂർത്തിയാകുന്നത്. നാം മനസ്സിലാക്കുക, സാത്വികമായി ഒക്കെ നമുക്ക് വളരെ രീതിയിൽ അത് പഠിച്ച് അത് ഉൾക്കൊണ്ട് വേണം നമ്മുടെ പഠനം മുന്നോട്ട് പോകുവാൻ. ആത്മോപദേശ ശതകത്തില് 51-ാമത്തെ പദ്യത്തിൽ പറയുന്നുണ്ട്, അറിവിലിരുന്നൊരഹന്ത ആദ്യമുണ്ടായി വരുമിതിനോടിതിരുന്തവാമയായും വരുമിവ രണ്ടു ലോകങ്ങൾ പോലെ മായാ മരമഖിലം മറയെ പടർന്നിരുന്നു എന്ന്. അതായത് ആ ഏകമായ സത്യം തന്നെയാണ് നാമായിട്ട് രൂപപ്പെടുന്നത്. അവിടെ ഞാൻ എന്നുള്ള ഒരു ബോധം അവിടെ ഉടലെടുക്കുന്നു. അതിനോടൊപ്പം തന്നെ ആ അറിവ് തന്നെ ഞാൻ എന്നുള്ള ആ ബോധത്തിനും അപ്പുറം നാം കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഒരു ദ്വൈതഭാവം അവിടെ ഉടലെടുക്കുന്നു. ഇങ്ങനെ ഞാൻ എന്നുള്ള ഭാവവും എനിക്ക് ചുറ്റുമുള്ളത് എന്നുള്ള ആ ദ്വൈതഭാവവും ചേർന്ന് എങ്ങനെയാണോ ഒരു മരത്തിൽ വള്ളികൾ ചുറ്റിപ്പടർന്ന് അതിൻ്റെ ആ മരത്തെ മറയ്ക്കുന്നത്, അതുപോലെ നമ്മുടെ അസ്തിത്വത്തെ മറച്ചിരിക്കുകയാണ്. ഈ അസ്തിത്വത്തെ മറച്ചിരിക്കുന്നത് കണ്ടെത്തുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് നാം ഗുരുവിനെ ആരാധിക്കുന്നത്, പഠിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഗുരു പറഞ്ഞ ആ ഏകമായ സത്യത്തിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഗുരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്.
അതിനു വേണ്ടിയുള്ള ശ്രമമായിരിക്കണം നമ്മുടെ ജീവിതം. അനുകമ്പ ദശകത്തിലൂടെ അരുള്, അൻപ്, അനുകമ്പ എന്നീ 3 വിഷയങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അരുളില്ല എങ്കിൽ പിന്നെ ഈ ശരീരം എന്ന് പറയുന്നത് അസ്ഥിതോൽ സിറനാറുന്നൊരുടമ്പ് താനവെന്ന് പറയുന്നത് വെറും മാംസപിണ്ഡമാണ് ഇത്. അപ്പോൾ നാം വെറും മാംസപിണ്ഡമാകാതെ അരുളുള്ളവനാകണം. എൻ്റെ അസ്തിത്വത്തെ അറിയാനുള്ള എൻ്റെ ബോധത്തെയാണ് അരുൾ എന്ന് പറയുന്നത്. അപ്പോൾ നാം നമ്മെ അറിയുന്നവനാകണം, അറിയാൻ ശ്രമിക്കുന്നവനാകണം. അങ്ങനെ അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇമ്പമുണ്ടാകും, അൻപുണ്ടാകും. അൻപകർന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും എന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ അൻപില്ല എങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾക്കൊക്കെ കാരണം അതാണ്. അരുളില്ലാത്തതാണ്, നമ്മുടെ അസ്തിത്വത്തെ ഓർക്കാത്തതാണ്, നമ്മുടെ ഉള്ളിൽ അൻപില്ലാത്തതാണ്, അനുകമ്പയില്ലാത്തതാണ് നമ്മുടെ ദുഃഖങ്ങൾക്കൊക്കെ കാരണം ഞാൻ എൻ്റേത് 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 എന്ന് ചേർത്ത് പിടിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ അനുകമ്പയുണ്ടാവുകയില്ല. നമ്മുടെ അസ്തിത്വത്തിന് ഞാൻ എന്നുള്ള അഹങ്കാരഭാവം ഒഴിഞ്ഞാൽ മാത്രമാണ് അരുളുണ്ടാവുക, അൻപുണ്ടാവുക, അനുകമ്പയുണ്ടാവുക. ഇത് 3 നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് നിറയ്ക്കുമ്പോൾ മാത്രമാണ് ഗുരുവെന്ന ആ സത്യത്തിലേക്കുള്ള പഠനത്തിന്റെ ആദ്യ പടിയിലേക്ക് നാം എത്തുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെ ചുരുങ്ങിയ നിമിഷത്തിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പങ്കുവെക്കുന്നതിനുള്ള പരിമിതിയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നിർത്തട്ടെ. മറ്റൊരു ദിവസം നമുക്ക് കൂടുതൽ അറിവുകൾ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഇനിയും മുന്നോട്ട് വരാം. എല്ലാവരും ഗുരുവിനെ പഠിക്കുക, ആ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. മറ്റുള്ളവരെ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ എന്ന് ഓർത്തുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഗുരുവിനെ പഠിക്കുക. തിയറി മാത്രം പഠിച്ചാൽ പോരാ, പ്രാക്ടിക്കൽ കൂടി പഠിക്കണം. ആ പ്രായോഗികമായ പരീക്ഷയിൽ നാം ഒന്നാമതെത്താൻ ഗുരുവിനെ അടുത്തറിയുക. ഗുരു മാത്രമായി നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഗുരു.